വൈഫിനായിട്ട് തിയേറ്ററിക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തൂടെ? നല്ലതല്ലേ? ഞങ്ങള് വേറെ ഒരു സംഭവമാണ്, ഞങ്ങള് ചുറ്റിക്കറങ്ങുന്ന സ്ഥലങ്ങൾ വേറെയാ. സീക്രട്ടാണ്. ഇപ്പൊ അജിത്തിന്റെ ഒരു ലുക്കാണല്ലോ നട അജിത്ത്. താടി, വെള്ള താടി. എന്റെ ലുക്കാണ് അജിത്തിന്. ചേട്ടൻ ബാവാക്ക പൂജയ്ക്ക് ആദ്യമല്ല. പിന്നെ അതല്ലേ പറഞ്ഞേ, ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ കരക്കാര പെണ്ണുങ്ങളോട് ഇത്രയും ചേർന്നിരുന്നു സംസാരിക്കും. അപ്പൊ ഭാര്യ മോളെന്ന് പറയാൻ പറ്റിയല്ല, പറ്റുമോ? അപ്പൊ ഇത് ഭാര്യ, 2 മക്കൾ എല്ലാം എഴുതിയെടുത്തു. മക്കൾ പേര്, മകൾക്ക് 2 മക്കൾ. വൈഫിന്റെ പേര് സിമി. സിമി സിമി അല്ലേ പറഞ്ഞു നോക്കിയാലും സിമി. ചാക്കോച്ചന്റെ പടത്തിൽ നിന്നല്ലോ ലൊക്കേഷനിലാണോ വരുന്നത് ഷൂട്ടിംഗ്? ചാക്കോച്ചൻ, അമ്പാൻ, വില്ലേജ് പോത്തൻ സാറ്, പിന്നെ ഞാന്, പിന്നെ ശരണ്യ, അവിടെ മറഡോണയിലെ നായോ കൊച്ചില്ലേ, ആ കൊച്ചു ഒരു വനത്തിലാണ്. തിരുനെല്ലിയല്ലേ, തിരുനെല്ലി ആ സ്ഥലത്തിന് തന്നെ തോൽപ്പെട്ടി ലെതർപ്പെട്ടി. ഇൻവെസ്റ്റിഗേഷൻ ജോണറാണെന്ന് തോന്നുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ ജോണറല്ല, അതെനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഈ സിനിമയ്ക്ക് വന്നിട്ട്. അതെന്തോ ഒരു ജോണറാണെന്ന് പറഞ്ഞത്. ഞാൻ എന്നോട് ചോദിച്ച് ക്ലൈമാക്സും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിതിനെ അങ്ങനെ ഓടിച്ചിട്ടൊന്നും ഇരിക്കുന്നത്. പടം കാണലിനെ കുറിച്ച് ചോദിച്ചാൽ പടം കാണലില്ല. ഞങ്ങൾ പടം കാണുന്ന പരിപാടി ഇല്ല. കടവേ അത് ഞാൻ പറഞ്ഞില്ലേ, 10 രൂപ കൊണ്ടുപോയി ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടിട്ട്. ആ കുട്ടൻ്റെ സിനിമാമി നിങ്ങളെല്ലാം വിളിച്ചു കൊണ്ടുപോയല്ലേ. അപ്പം അങ്ങനെ കണ്ടു. അത് നമ്മൾ ഇതല്ല കണ്ടത്, നമ്മുടെ പ്രിവ്യൂ. ആ വീട്ടിലും ഇതേ കോമഡിയാണ് എപ്പോഴും. ഇത് കോമഡിയാണല്ലോ, ഇത് നല്ല കോമഡിയാണ്. അല്ലേ, വീട്ടിലും ഇതേപോലെയാണോ? വീട്ടിലല്ലാതെ ഈ നാട്ടിൽ മാത്രമാണോ? വീട്ടിലും ഒരു മാറ്റമില്ല. ഉള്ള മണമൊക്കെ പറഞ്ഞു വെപ്പിച്ചോട്ടോ. ഇടയ്ക്ക് വൈഫിനായിട്ട് തിയേറ്ററിക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തൂടെ? നല്ലതല്ലേ? ഞങ്ങള് വേറെ ഒരു സംഭവമാണ്, ഞങ്ങള് ചുറ്റിക്കറങ്ങുന്ന സ്ഥലങ്ങൾ വേറെയാ. സീക്രട്ടാണ്. അതെ, ഇതുപോലെ നിങ്ങളെ പോലെ ഒരു പെങ്കൊച്ചു വന്നൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടല്ലേ, അത് ഓടി ഓട്ടം അല്ലേ ഇല്ലേ? മഞ്ജുന്റെ അന്നത്തെ ക്രൂവിന്നല്ലേ? ആ മഞ്ജുന്റെ അതിനകത്ത് വന്ന പെൺകുട്ടിയാ. എല്ലാത്തിനും അടിസ്ഥാനം മഞ്ജുവാണ്. സിനികാമയുടെ ആ ഇറച്ചി വയ്ക്കൽ അങ്ങോട്ട് വീട്ടിൽ പോയില്ലേ. പിന്നെ ഉടനെ നമുക്കൊരു ചമ്മന്തി അരച്ചേക്കാം. ചമ്മന്തിയില്ലേ, അത് അടുത്ത എപ്പിസോഡ്. ചമ്മന്തി ഇല്ലല്ല, അത് പറയാൻ നമ്മള് അത് അങ്ങനെ ചമ്മന്തി ഇറച്ചിക്കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു മൂന്നില് നമ്മൾ എപ്പം തിന്ന ചമ്മന്തിയാണ് നല്ലത്, ഏത് വീട്ടിൽ നിന്ന് തിന്നാണ് എന്നൊക്കെ ഓർക്കണം. നമ്മൾ ഇത് തട്ടയിൽ വെച്ച് കൊണ്ട് മുളകരയ്ക്കും പോലെ അല്ല. ചില ചേർത്തിയൊക്കെ പിന്നെ ചമ്മന്തി അരച്ച് വരും ചില വീട്ടിലൊക്കെ. ഇവിടെ വിട്ടാച്ചിയാണ്. അപ്പം അങ്ങനെയാണ്. ജാഫ്രിക്ക, ഇപ്പൊ അജിത്തിന്റെ ഒരു ലുക്കാണല്ലോ നട അജിത്ത്. താടി, വെള്ള താടി. എന്റെ ലുക്കാണ് അജിത്തിന്. അജിത്തിന്റെ ലുക്കല്ല ഞാൻ, എന്റെ ലുക്കിലാണ് ഇപ്പൊ അജിത്ത് എന്നെ അനുകരിച്ചു നടക്കുന്നത്. അതാണ് ഒരു കാര്യം. ഓക്കെ അല്ലേ? അല്ല, ഈ ലുക്ക് മറ്റേ ചാക്കോച്ചന്റെ പടത്തിത്തെ ലുക്കാണോ? ആ ഈ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്യാപ്പ് വെച്ചോക്കല്ലേ, ഒരു ശകല അരയും മുറിയൊക്കെയല്ലേ ഇവിടെയൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആ മൊത്തം എടുക്കുകയല്ലേ, തൊപ്പി മൊത്തം എടുക്കുകയല്ല. ഈ പടത്തിന്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ള് കാണാം. അങ്ങനെയാണ് സംഭവം. നീ എന്നാ ആവും അതിലെ സൈഡിൽ കൂടെ കണ്ടുവല്ലേ. പേരെന്താ പേര്? എവിടെ സ്ഥലം? പാലക്കാട്. അവിടെ ധോണി. ധോണിയിൽ പുതിയ അറിയേണ്ടതൊന്നുമില്ലേ, ആ ഭാഗത്തുള്ളതൊക്കെ പോകുമ്പോൾ തൊടി. ഇവിടെ ആ പാടം ഒരു പുലിയുള്ളൂ.
ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം ഒരു പുലി വന്നു. അറിയോ? ഇവിടെ ഉള്ളവർക്കറിയാം. പുലി വന്നാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി കഴിച്ചു വന്ന ഒരു വണ്ടി വന്നു തമിഴ്നാട്ടിൽ നിന്ന്. ഇവിടെ വന്നിട്ട് ക്ലീനർ ഇറങ്ങി തക്കാളി ഇത് പൊക്കിയതാ. പുലി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞു. പുലി എപ്പോഴും കയറിക്കൂടി വണ്ടിക്കകത്ത്. അതിനെ എന്തോ ആക്രമിച്ചെന്തോ എന്തോ മരിക്കും കണ്ടു ചെയ്തു ആ പുലി. ആൾക്കാരെല്ലാവരും കൂടെ എന്തോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കണ്ട ന്യൂസ് കേട്ട തൊടുപുഴ ടൗണിൽ. അല്ലാതെ ഇവിടെ പോലീസ് സ്റ്റേഷനിലൊന്നും നമ്മൾ കുറച്ച് കയറിയ വനമാണ്. തൊട്ടപ്പുറത്ത് അവിടുത്തെ വലിയ വനം തുടങ്ങുക. ഡാമും കുളമാവ് ഡാം, ചെറുതോൺ ഡാം, ഇടുക്കി ഡാം, അങ്ങനെ വലിയ വനവും അവിടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും. ഇക്കയുടെ അഭിനയത്തെ പറ്റിയാണ് എന്താ അഭിപ്രായം? അതേ പറഞ്ഞു കൂടുതലെത്തിക്കൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പറയാൻ പറ്റാത്തോണ്ടാണ് പറഞ്ഞോ ഒന്ന് പറയേ. നീ ചോദിക്കുന്നതെന്ന് പറഞ്ഞു പ്രജീവ നല്ലൊരു അഭിപ്രായം സിനിമയിലൊക്കെ ഇങ്ങനെ ആ ഇടയ്ക്ക് ഇതിനോടൊന്ന് പാസ് ചെയ്ത് പോകും. നമ്മുടെ കൂടുതലുള്ള ആൾക്കാരെ പുറകെ കൂടെ ഒന്ന് പാസ് ചെയ്ത് കാണണ്ടേ. ആ അതെ, എനിക്കുള്ള കഴിവ് വെച്ചിട്ട് ഇത്തിക്കാൻ അഭിനയിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നു. ആ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ പടാപ്പാട് വിടാന്നല്ല, ഒരു സാധനം കിട്ടിയാൽ അനുഭവിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ? ഇത്രയും ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് തോന്നുന്നില്ലേ? ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇപ്പൊ ഇത് വന്ന് ചാടിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ചോദിക്കണൊക്കെ ചോദിക്കാം. ഇപ്പൊ അടുത്തേതെങ്കിലും ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നോ? ഫിലിം ഇവിടെ നിന്നോണ്ടാ പറഞ്ഞു ഞങ്ങൾ സിനിമയ്ക്ക്. അല്ല ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് ഏതെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല. അല്ല ചരക്കം കാണും. ചരക്കിനിപ്പോൾ ലാസ്റ്റ് കണ്ടു പുഷ്പ 2. അവന് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ അല്ല ഇവിടെ കരിപ്പൂരിൽ ജോലിയും കിട്ടി. ഇന്നലെ മിനിയാന്നായിരുന്നു ജോയിൻ ചെയ്തത്. പുഷ്പ കണ്ടിട്ട് പോയി ജോയിൻ ചെയ്തു. ഇപ്പം നിങ്ങൾ നിന്നിപ്പോൾ സംസാരിച്ച പുള്ളിക്കാരനാണ് ജോലിക്ക് പോകാമെന്ന് പറയും. അങ്ങനെ പറയാതെ തള്ളെ അപ്പുറം വന്ന് ചുറ്റിന് ചാനലിൻ്റെ ഇടയ്ക്ക് അടിയുന്നു. ഇനി നമുക്ക് നാശാക്കൊക്കെ വരുമ്പോൾ എടുക്കാം. ഇനി ഞങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് വിട്ടു ഒരു ചായ കുടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം ലൈറ്റ്സ് ഓഫ്, ഷട്ടർ